അത് എന്തിനു ചെന്നെങ്കിൽ അവന്റെ പെഞ്ഞായിരൊട്ട നീ ആറ് കോൺട്രാക്ട് കൂതിറ ആരെ പെഞ്ഞായിരൊട്ട അർത്ഥമില്ലേ? നിന്റെ ചങ്ങായി പെഞ്ഞായി ചങ്ങായി ചില ആൾക്ക് അങ്ങനെ നിന്റെ ചങ്ങായിയുടെ പെഞ്ഞായി ബാബി ബാബി ഞാൻ ഫോണ് മേടിക്കില്ലാട്ടോ അതെന്റെ പണ്ടേ എന്റെ ചങ്ങായി ഉസ്താദ് അവനക്ക് പെണ്ണെല്ലാം നോക്കിയിട്ട് ഞാൻ ഒട്ടിക്ക് നാണേ പോയിട്ട് നോക്കി അത് തീരാ അത് അപകടമേ അപകടം. ഞാൻ നിങ്ങളെ ഒരു പക്ക രായത്തെ പേരെല്ലാം ലൈവ് ഉണ്ടല്ലേ ഒരു പക്കത്തിൽ നടന്ന വിഷയം വലിയ ഫ്രണ്ട്ഷിപ്പിലെല്ലാം ഇത്തു ഒരു നാളോണ് ബാംഗ്ലൂരെ പറമ്പത്തുക്ക് ഓണുള്ള ഒത്തു പുറത്തെ ഗാലാട്ടമേ ഗാലാട്ട റംബറുട്ടെ തലാക്ക് മുട്ടായിട്ട് നല്ല മുട്ട വന്നിട്ട് പഞ്ചനി ഇത് ഫ്രണ്ട്ഷിപ്പ്. അത് ബഹുമാനപ്പെട്ട സയ്യിദിന ഉമർ ഇബ്നുൽ ഖത്താബ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്ന പലക്കായിട്ട് നീ ജാഗ്രത ആകുക. നിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗത്തിൽ നിന്റെ അവന്റെ പെഞ്ഞായിരൊട്ടം കൊണ്ടേ അവന്റെ പെഞ്ഞായി നീ ഡ്രസ് എടുത്ത് കൊടുക്കണേ അവന്റെ പെഞ്ഞായി നീ വിരുന്നാക്കണേ അവന്റെ പെഞ്ഞായിനെ നീ കാരണം നിന്റെ ചങ്ങായിടെ സന്തോഷിപ്പിക്കൂ അവന്റെ പെഞ്ഞായിടെ നീ അവത്താക്കണത് അത് ഒരു നിൽക്കലും പാടില്ല ഹറാമായിട്ടിക്കിട്. പിന്നെ മൂന്നാമത്തെ വിഷയം കട കേക്കിടത് ഒന്നുള്ളു കുറേ ചങ്ങായി പാടി ചങ്ങായി പാടിയെന്നെങ്കിൽ കട കേക്കിടത് കുറേ കട കേട്ടിട്ട് അമ്മ അവിടെ മുണ്ടുന്നത് അവിടെ ചങ്ങായി പാട് പൊട്ടി വിഷയം ഒക്കെ അല്ലേ? വിഷയം ഇത് യഥാർത്ഥല്ലേ? അല്ലാഹു തആല ഞങ്ങളെല്ലാരെയും സാലിഹീങ്ങളെ കൂട്ടത്തിൽ പെടുത്തി തരുമാറാകട്ടെ. അപ്പൊ ഞങ്ങളെ ഉത്തരവാദിത്തം ഞങ്ങൾക്ക് എന്തൊരു ഉത്തരവാദിത്തം ഉണ്ട്? കുല്ലുക്കും റായി വകുല്ലുക്കും മസ്ഊലുൻ അൻ റഹിയതി. മനുഷ്യന്മാർക്കുള്ള ഓരോരോ ഉത്തരവാദിത്തം ഉണ്ട്. ആ ഉത്തരവാദിത്തം നിന്റെ ബാധ്യതയായിട്ടിക്കട് എന്നുള്ള ഒരു ബോധം എല്ലാവർക്കും വേണം. അത് പ്രസിഡന്റിക്ക് വേണു, സെക്രട്ടറിക്ക് വേണു, മുദരിസിക്ക് വേണു, ഖതീബുക്ക് വേണു, തങ്ങക്ക് വേണു, മുത്താലിമിക്ക് വേണു, എല്ലാവർക്കും ഓരോരോ ഉത്തരവാദിത്തം. നാണ് എന്തില്ലാണ്ട് എന്നുള്ള ഒരു ബാധകോ തീരാം. ആ ഉത്തരവാദിത്തം നിറവേക്കുന്നത് അതിനെ നിറവേറ്റില്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ കേൾക്കൊണ്ടു ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു കമ്മിറ്റി എന്ന കമ്മിറ്റിയിൽ ഉദാഹരണം പ്രസിഡന്റ് സെക്രട്ടറി അതൊരു മെമ്പർക്ക് പോലും അവന് മെമ്പർ ആയാൽ പിന്നെ അവനക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അവനൊരു മീറ്റിംഗ് ബെർത്തേക്ക് തപ്പാട്ടിയ മീറ്റിംഗ് വരാൻ തെറ്റി അല്ലാഹു തആല കൊണ്ടോട്ട് കേൾക്കണം. കാരണം അവനൊരു മെമ്പർഷിപ്പ് ഏറ്റെടുത്തിട്ട് അവനൊരു മീറ്റിംഗ് വന്നില്ലെങ്കിൽ അവനൊരു സ്വഭാഗന്ധമല്ല. അവനെ സംബന്ധിച്ച് അല്ലാഹു കേൾക്കും കുല്ലുക്കും റായി വകുല്ലുക്കും മസ്ഊലുൻ അൻ റഹിയതി. ജമാഅത്തിൽ വെച്ച് ഇത്തരല്ല ആൽമാർ നിന്റെ ആർസ് പാട്ടിട്ട് നിന്റെ കയ്യിൽ അധികാരം തന്നിട്ട് നീ അങ്ങനെ വഞ്ചനാക്കിയുണ്ടല്ലോ അത് വലിയ ഒരു ശത്രുവായിട്ട് കിട്ടും. അപ്പൊ നിന്റെ ബാധ്യത നീ ഒരു മെമ്പർ ആയെങ്കിലും നീ മീറ്റിംഗ് പറഞ്ഞു. മീറ്റിംഗ് വേണ്ട ചിലരായി ഊർത്തഭിഷേകം ഒന്നില്ല. ചില പക്ക മീറ്റിംഗ് എങ്ങനെ വേണ്ട ഒത്തുട്ട ഒന്നുക തപ്പാട്ട് ജണ്ടുക തപ്പാട് മൂന്നാമത്തേക്ക് വന്നിട്ട് കൂട്ടി എന്തിരെ പറത്തിട്ടുണ്ട് ഉള്ളതേ കലക്കും ഓണ് ഉള്ളതേ അവിടെ വന്നിട്ട് കലക്കടേ ഗലാട്ടാക്കടേ. ഇതിന്റെ വിഷയത്തിലല്ല വേറെ വിഷയം ഓണക്കില്ല. പല്ലിലെ പുരോഗതി എങ്ങനെ, പല്ലില് എന്തിനായിട്ട്, അവിടുത്തെ അവസ്ഥ എന്തിനായിട്ട്, കണക്കെന്തിനായിട്ട്, ഇത് നോക്കുന്ന വിഷയം ഈ രൂപത്തിലുള്ള ചില രായത്തല്ല ഉള്ളു. കാരണം പല രായത്തും മാസഭ പോയിട്ടല്ല ഞാൻ കണ്ടോണ്ടുള്ള. കുല്ലുക്കും റായി കുല്ലുക്കും മസ്ഊലുൻ അൻ റഹിയതി. മനുഷ്യന്മാർക്കെല്ലാം വലിയ ഉത്തരവാദിത്തം ഉണ്ട്. ആ ഉത്തരവാദിത്തം പാലിക്കണോ. എവിടത്തോളം ചെന്നെങ്കിൽ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നിലവിളിച്ച് കരഞ്ഞില്ലേ? കടലിലെ അറുകള് വണ്ടക ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ ആ വണ്ടകത്തെ കാലിങ്ങനെ താന്നോണ്ടിട്ട് കടൽകാർക്ക് ഏത് പ്രധാനമന്ത്രി വന്നെങ്കിലും ഏത് മിനിസ്റ്റർ വന്നെങ്കിലും കടൽക്ക് ഇന്റർലോക്ക് ഇടക്ക് സാധ്യല്ല ഉണ്ടാ? എവിടെയെങ്കിലും ഏത് വലിയ രാജ്യത്തില് കടൽക്ക് ഇന്റർലോക്ക് ഇട്ടതുണ്ടോ എവിടെയെങ്കിലും? ഇല്ല, അത് ബിൽക്കുൾ സാധ്യമല്ല. ആയെങ്കിലും ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവർകള് ഈ കടൽക്കരയില് ഈ കുതിര ഇങ്ങനെ നടക്കുമ്പോ കുതിരക്ക് ഫാസ്റ്റ് ഓടുകയില്ല. കാരണം കടലുള്ള പൊയ്യുടെ കാരണത്തില് കാലിങ്ങനെ താന്നോണ്ടിക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പുൽപ്പിട്ടോണ്ടുണ്ടു. എന്തിനെ കൊണ്ടുണ്ട്? അല്ലാഹ് നിന്റെ ഭരണ സമയത്ത് ഞാൻ അധികാരത്തിൽ വന്ന സമയത്ത് അല്ലാ ഈ ഒട്ടക ഇങ്ങനെ ഭൂമിയിൽ നടക്കുമ്പോ കാലിങ്ങനെ താഴ്ന്ന രംഗ കാണുമ്പോ ഞാൻ പേടിച്ചു പോണ്ട. അല്ലാ ഉമറേ അത് പരിഹാരം കാണാത്തതെന്തേണ്ടി യജമാനനായ റബ്ബ് നണ്ടൊട്ട കേക്കു മുഅ്മിനീങ്ങളെ എല്ലാരും വലിയ ഉത്തരവാദിത്തം ഇന്നങ്ങാണ്. പെഞ്ഞായിക്ക് ഉത്തരവാദിത്തം ഉണ്ടു.
പെഞ്ഞായുടെ ഉത്തരവാദിത്തം എന്തിനെ ഉമ്മമാരെ മനസ്സിലാക്കണോ? അൽ മർഹതു റാഹിയത്തുൻ ഫീ ബൈതി സൗജിഹാ. പെണ്ണതാ പഞ്ചായത്തിലെ മെമ്പറല്ല, പഞ്ചായത്തിലെ പ്രസിഡന്റ് അല്ല, അല്ല എവിടെയെങ്കിലും വോട്ടുക്ക് നിൽക്കണോണ്ടല്ല, അല്ല എവിടെങ്കിലും സ്റ്റേജിൽ പത്തിട്ട് പ്രസംഗിക്കണോണ്ടല്ല, അല്ല എവിടെങ്കിലും സിന്ദാബാദ് വിളിക്കണോണ്ടല്ല. അത് പെണ്ണുകുള്ള അധികാരല്ല. അതുകല്ല അല്ലാഹു തആല ആണിങ്ങളെ പഠിച്ചിരി. ആ ശക്തി അല്ലാഹു ആണിങ്ങൾക്ക് കൊടുത്തുരു. അതുകൊണ്ട് ഞാൻ ചെന്നോണ്ടുള്ളത് പെണ്ണിടെ അധികാരം എത്ര കൊത്തുണ്ട. അൽ മർഹതു റായിയത്തുൻ ഫീ ബൈതി സൗജിയാ. പുതിയാപ്പിളുടെ ഔത്തുടെ പ്രധാനമന്ത്രിയായിട്ട് പെണ്ണിങ്ങ പ്രധാനമന്ത്രി ചൊല്ലുമ്പോ പുതിയാപ്പിളുടെ ഔത്തുലു സുബ്ഹാനല്ലാഹ്. നിന്റെ മക്ക എങ്ങനെ വേണോ, നിന്റെ മാമിനെ നീ എങ്ങനെ സ്വീകരിക്കണോ, നിന്റെ കാക്കടെ നീ എങ്ങനെ സ്വീകരിക്കണോ, നീ പുതിയാപ്പിളുടെ ഔത്തില് ഏത് നിലക്ക് സെറ്റപ്പായി വീക്കണോ, ഇതെല്ലാം നിന്റെ ഉത്തരവാദിത്തായിട്ട് കിടി. പോരായോടത്തോളം നിന്റെ ഉത്തരവാദിത്ത ചെന്നെങ്കിൽ നിന്റെ ഏറ്റവും അങ്ങേറ്റം സ്വീകരിക്കടേ. നിന്റെ പുതിയാപ്പള നിന്റെ ഔത്തുക വരുമ്പോ എല്ലാ സെറ്റപ്പ് നീ റെഡിയായിക്കണോ. എവിടത്തോളം മുഅ്മിനീങ്ങളെ നീ കിടക്കിട ബെഡില്ലേ, നിന്റെ ഔത്തിലുള്ള കിടക്കിട ബെഡ്റൂമില്ലേ, നിന്റെ മനസ്സിൽ വേണോ നാണ് നക്കൊരു പുതിയാപ്പിള ഉണ്ടു, നക്കൊരു മാപ്പിള ഉണ്ടു. പല ഭാഗത്തും ആ മാപ്പിള പോയോണ്ടുണ്ടു. എത്രമാ പെൺമക്കളെ അയാൾ കണ്ടോണ്ടുണ്ടു. നന്റെക്കാൽ വലിയ വലിയ ചന്ത ഉള്ള പെൺമക്കളെ അയാൾക്ക് കാണുക കിട്ടറി. പക്ഷേ അയാള് ആഗ്രഹിച്ചിട്ട് നിക്കാഹ് ചെയ്ത് വന്ന ആളായിട്ട് കിടന്നാണ്. ആ മാപ്പിളയുടെ എല്ലാ നിലക്ക് പൊരുത്തപ്പെടുന്നത്, തൃപ്തിപ്പെടുത്തരുത്. അത് നിന്റെ ഭാഗ്യത, നിന്റെ ബാധ്യതയായിട്ട് കിട് എന്ന് മനസ്സിലാക്കിയിട്ട് മോനെ എവിടത്തോളം ചെന്നെങ്കിൽ ഒരു ബല്യാസജാവൂ അണ്ടൊരു മാപ്പിളും പെണ്ണും ബന്ധപ്പെടലി സുന്നത്തായിട്ട് കിടല്ലേ. നീ നല്ല ഒരുക്കത്തിൽ വേണം. ഞാൻ ഇത് ഉദാഹരണം ചെന്നോണ്ടുള്ളത്. ഇങ്ങനെയുള്ള എത്ര വിഷയങ്ങള് നീ ബാധ്യത പാലിക്കണോ. ഇത് ഞാൻ ഉദാഹരണത്തിന് ചെല്ലത്. എവിടത്തോളം ചെന്നെങ്കിൽ സ്വഹാബത്തിലൊട്ട സഹാബ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ട കംപ്ലൈന്റ് വന്നപ്പോ സ്വഹാബത്ത് തുറന്നു ചെന്നതല്ലേ. എന്തിനെ കൊണ്ടുണ്ടാ മഹാനായ സയ്യിദുനാ സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു, ആ മഹാന്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ട വന്നിട്ട് കംപ്ലൈന്റ് ആക്കിടി. എന്തിനെ കംപ്ലൈന്റ് കൊണ്ടുണ്ടാ? യാ റസൂലല്ലാഹ് ഇന്ന സഫ്വാൻ ഇദാ സല്ലൈതു യളിരിബുനി. ഏ നബിയേ, നന്റെ മാപ്പിള സഫ്വാൻ ഉണ്ടല്ലേ, ഞാൻ നിസ്കരിച്ചെങ്കിൽ നന്റെ അടിക്കിടി. വൈദാ സുംതു യുഫത്തിറുനി, നാണ് നോമ്പ് നോക്കിയെങ്കിൽ നന്റെ നോമ്പിടെ മുറിപ്പാട്ടിറ്. കംപ്ലൈന്റ് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തആല സഫ്വാൻ, സഫ്വാനെ നിങ്ങൾ ഇങ്ങോട്ട് വരൂ, നിങ്ങളെ പെഞ്ഞായി നണ്ടൊട്ട കംപ്ലൈന്റ് ചെന്നൊരു. അപ്പളായിട്ട് കിട് സഫ്വാൻ തൊട്ട് കേക്കിടത്, യാ സഫ്വാൻ നിങ്ങളെ പെഞ്ഞായി നിസ്കരിക്കുമ്പോ നിങ്ങ അടിക്കിടാറ് എന്തിലേക്ക് പെൺമായിട്ട്. അപ്പളായിട്ട് കിട് മഹാനായ സഫ്വാന് ചെല്ലത്, നബിയേ തന്റെ പെഞ്ഞായി ചെന്നത് ശരിയായിട്ട് കിട്. എന്താ കാരണം കൊണ്ടുണ്ടോ? നന്റെ പെഞ്ഞായി പ്രഭാത സമയത്ത് നിസ്കാരത്തിക്ക് കൈകെട്ടിയെങ്കിൽ വലിയ വലിയ സൂറത്ത് പോതൊരു സ്വഭാവ നന്റെ പെഞ്ഞായി കൊണ്ടു. നക്ക് ചെറിയ ചെറിയ മക്ക ഉള്ളാറ് അങ്ങ സുബൈ നേരത്ത് പൈച്ചിട്ട് പുൽപ്പിടരംഗ കണ്ടോണ്ടുണ്ടു. നന്റെ പെഞ്ഞായി നിസ്കാരത്തിൽ വലിയ സൂറത്ത് പോതൊരു പതിവ് അതിരെ നിപ്പാട്ടുകായി നാൻ അടിച്ചിര നബിയേ. വൈദാ സുംതു യുഫത്തിറുനി, നബിയേ
ನಾನು നോമ്പ് നോക്കിയപ്പോ ನನ್ನ നോമ്പിടെ എന്തിലേക്ക് മുറിച്ചിരകൊണ്ടുണ്ടാ യാ റസൂലല്ലാഹ് അന റജുലുൻ ശാബി ನಾನು ആരോഗ്യമുള്ള ഒരു ബാലക്കാരായിട്ടിക്കിടി ನಾನು ആരോഗ്യമുള്ള ഒരു ബാലക്കാരായിട്ടിക്കിടി നന്റെ ആരോഗ്യ നന്റെ എല്ലാ ആഗ്രഹ തീർക്കോകുള്ളത് അത് നന്റെ പെഞ്ഞായിട്ടിക്കിടല്ലേ നന്റെ പെഞ്ഞായിയുടെ സ്വഭാവം എന്തൊരു ഒരു സുന്നത്ത് നോമ്പും കൂടില്ല എല്ലാ നാളും സുന്നത്ത് നോമ്പ് പിടിക്കിടി അതുകൊണ്ട് ഞാൻ നന്റെ പെഞ്ഞായിയുടെ നോമ്പിടുന്നാണ് മുറിപ്പാട്ടിരെ നബിയെ അപ്പളായിട്ട് കിട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ആ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് ചെന്നത് പെണ്ണേ നിന്റെ മാപ്പിളുടെ അനുമതി ഇല്ലാണ്ട് നിക്ക് വലിയ സൂറത്ത് പോതോകില്ല നിക്ക് സുന്നത്ത് നോമ്പ് പിടിക്കോകില്ല ഇത് ഞാൻ ചെന്നോണ്ടുള്ളത് ഒരു ചെറിയ വിഷയമായിട്ട് കിട ഉമ്മമാരെ അൽ മർഹതു റാഹിയത്തുൻ ഫീ ബൈതി സൗജിഹാ എത്രമാ വിഷയത്തിൽ നമുക്ക് പൽക്ക പറയോഗുണ്ടു ഇന്ന് മാനസികമായിട്ട് തളർന്നോണ്ടുള്ളവര് സുബ്ഹാനല്ലാഹ് മങ്ങിലായിട്ട് ആരോഗ്യമുള്ള സമയത്ത് നിഅമത്തുള്ള സമയത്ത് മാത്ര മാപ്പിളുടെ പരിഗണിക്കട എത്രമാ പെണ്ണിങ്ങ സുബ്ഹാനല്ലാഹ് പിന്നെ നിങ്ങളെ കണക്കിൽ വയ്ക്കാണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങൾ ഒന്ന് പോകണോ എവിടെ അജ്മീർക്ക് പോറു അല്ലെങ്കിൽ വലിയ വലിയ മഹാന്മാരെ ദർബാർക്ക് പോറു അവിടെ ഒരുപാട് ആൾമാര് അവിടെ ഒരു മുസാഫിറായിട്ട് ജീവിക്കിടാറ് അങ്ക് സൊറയില്ലേണ്ടല്ല അങ്ക് ജോലി ഇല്ലേണ്ടല്ല അങ്ങ് റായപുട്ടതിന് ചില കാരണങ്ങൾ ചെന്നത് സുബ്ഹാനല്ലാഹ് നന്റെ പെഞ്ഞായി അവളെ മക്ക ബില്യാമെന്നാണ് വേണ്ട അവളെ മക്ക ബില്യാമത്തൂന്നാണ് വേണ്ട നന്റെ പരിഗണിക്കില്ല നന്റെ കണക്കിൽ വയ്ക്കില്ല നന്റെ കൂട്ടമാക്കില്ല പിന്നെ നാണ് മരിക്കുത്തോളം ഒരു പക്കത്തിൽ ജീവിക്കണോ എന്ന നിലക്കായിട്ട് കീട് ഈ മഹാന്മാരെ കാലിടയിലേക്ക് വന്നത് ഇത് ഒന്നല്ല നൂറുകണക്കിൽ മുഅ്മിനീങ്ങളെ എവിടത്തോളം ചെന്ന് ഞങ്ങളെ പരിസരത്ത് എത്ര മാന്മാരുള്ളവര് ഈ പാവപ്പെട്ട നണ്ടൊട്ട കംപ്ലൈന്റ് വന്നു ചെന്നത് അങ്ങ് ആരോഗ്യമില്ലല്ല വയസ്സായിട്ടല്ല സുബ്ഹാനല്ലാഹ് ഇന്റെ ഒരു പേഷനായി പോയിട്ട് മോഡലായി പോയിട്ട് അതുകൊണ്ട് ഞാൻ ചെന്നോണ്ടുള്ളത് നിങ്ങളെ മാപ്പിളയുടെ നിങ്ങൾ സ്വീകരിക്കുന്നത് നിങ്ങളെ മാപ്പിളയുടെ ബഹുമാനിക്കുന്നത് അത് നിങ്ങളെ ഉത്തരവാദിത്തമായിട്ട് അതിനെ സംബന്ധിച്ച് അള്ളാഹു ചോദിക്കും അള്ളാഹു ഞങ്ങളെല്ലാരെയും യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു അള്ളാഹു യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഞങ്ങളെല്ലാരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് നിങ്ങൾ ദുആർക്ക് പോണ്ടു ചെമ്മആൽമാർ പല വിഷയത്തിലും ദുആർക്ക് വസിയത്താക്കി ഉള്ളാറ് പലരും ദുആർക്ക് ഏൽപ്പിച്ചങ്ങ് ഉള്ളാറ് അള്ളാഹു ഞങ്ങളെല്ലാരെയും ഉദ്ദേശം അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ സലാത്ത് എന്തേ അതങ്ങ് ചെല്ലാറ് അതാ ഇത് ഒരു സലാത്ത് ഒരു പെണ്ണിങ് 1800 ചെന്നത് ഒരു പെണ്ണിങ് 2213 പിന്നെ ഒരു പെണ്ണിങ് 313 പിന്നെ ഒരു പെണ്ണിങ് 101 ഇത് ലാസ്റ്റ് പെണ്ണിങ് സലാത്ത് ചെന്നതൂടെ കടത്തോ തീർന്നു അവരെ പൈസ സലാത്ത് അല്ല പൈസനെ കാട്ടത് അതിട്ട് തർത്തീബായിട്ട് ഉമ്മമാരി ചെമ്മ സലാത്ത് ചൊല്ലോ അള്ളാഹു ഹബീബായ നബി തങ്ങളുടെ പേരിൽ സലാത്ത് അത് 313 ലാക്ക് നിങ്ങൾ പിന്നെ അടുത്തേക്ക് തിരുപാട്ടുണ്ട് ഇല്ല ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെന്ന സലാത്ത് അള്ളാഹു പ്രതിഫലം തരും ഇങ്ങനത്തെ ഒരു ടെൻഡെല്ലാം നിങ്ങൾ ഇവിടെ കുപ്പേറ്റിൽ ഉണ്ടാക്കണേ വേണ്ട അല്ലെ ഇൻഷാ അല്ലാഹ് അത് പിന്നെ ഇപ്പൊ തുടങ്ങിയിട്ട് അതൊരു ആദ്യത്തെങ്കിൽ പിന്നെ 2 വർഷമൊക്കെ ഉണ്ടാവത്തെ ലിസ്റ്റ് ഖദീജ 100 ചെന്നത് ആണുങ്ങളെ സലാത്തേ ഇല്ലേ പിന്നെ പെണ്ണുങ്ങളെ സലാത്തേ പോത്തിന് അപ്പൊ അതെല്ലാം ഞങ്ങൾക്ക് അങ്ങനെയല്ല വേണ്ട ഇൻഷാ അല്ലാഹ് ഞങ്ങളെ ഹിരിയ ഞങ്ങളെ മുന്നത്തെ മഹാന്മാരെല്ലാം എങ്ങനെ ഞങ്ങൾക്ക് പരിപാടിയിട്ട് അങ്ങനെ ഞങ്ങൾ ആക്കിയോട്ട് പോയി പുതിയതെല്ലാം ഞങ്ങൾ ഇപ്പൊ അവിടെ ആക്കി അവിടെ ആക്കട്ടെ എവിടെ ചില ആൾക്ക് അത് അവിടെ ആക്കി അവിടെ ആ ഉസ്താദ് ഇങ്ങനെ ആ ഉസ്താദ് ഈ ഉസ്താദ് ഈ ഉസ്താദ് അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങളെ ഉമ്മ പെങ്ങന്മാരെല്ലാം അല്ലാഹു സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തി തരുമാറാകട്ടെ പെരുത്ത് സലാത്ത് ചൊല്ലാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم إنا نسألك ونتوجه
نتوجه إليك بحبيبك المصطفى عندك يا حبيبنا يا سيدنا محمد يا رسول الله إنا نتوسل بك إلى ربك فاشفع لنا عند المولى العظيم يا نعم الرسول الطاهر المطهر اللهم شفعه فينا بجاه عندك أرحم الراحمين يا ملك الجبار يا جماننا يا راج سيدا يا الله പാവങ്ങളായ ഞങ്ങൾ നിന്റെ ഭവനമായ പള്ളിയിൽ വെച്ച് നിന്റെ ബഹുമാനമുള്ള മാസത്തിൽ നല്ല ഒരു രാത്രിയിൽ വെച്ച് നിന്റെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സലാത്തുകൾ ചൊല്ലി ബഹുമാനമുള്ള ദിക്റുകളൊക്കെ ചൊല്ലി നിന്നിലേക്ക് ഞങ്ങൾ കൈ നീട്ടുന്നു അല്ലാഹ്. നീ ഞങ്ങളെ സ്വീകരിക്കണമല്ലോ, നീ ഞങ്ങളെ കബൂൽ ചെയ്യണമല്ലോ, നീ ഞങ്ങളെ ഒന്ന് നന്നാക്കണമല്ലോ, നിന്റെ സാലിഹീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണമല്ലോ, നീ ഞങ്ങളെ ഖൽബ് ശുദ്ധീകരിക്കണമല്ലോ. നല്ലവരാകണമെന്ന് മനസ്സിൽ പൂതിയുണ്ട്. ആ നിലക്കാണ് ഈ മജ്ലിസിൽ ഞങ്ങളെ വന്നു കൂടിയതും സലാത്തു ചൊല്ലിയതും. അല്ലാ, ഞങ്ങളെ നീ നല്ലവരെ ലിസ്റ്റിൽ പെടുത്തണമല്ലോ, ഞങ്ങളെ ഖൽബ് നീ നന്നാക്കണമല്ലോ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഇനി വരാനുള്ള മാസങ്ങള്, ദിവസങ്ങള്, മണിക്കൂറുകള്, നിമിഷങ്ങള് കണക്കിലെടുത്തുകൊണ്ട് നിന്റെ പൊരുത്തത്തിലായി ചെലവഴിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമല്ലോ, നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമല്ലോ. അല്ലാ, ഞങ്ങളതാ എല്ലാ നിലക്ക് മോശപ്പെട്ടവരാണ്. ഒരു തുണി കഴുകുന്ന കല്ലിനുള്ള ബഹുമാനം ഞങ്ങൾക്കില്ലല്ലോ. ആ തുണി കഴുകുന്ന കല്ലുകള് അതാ എത്ര മോശപ്പെട്ട വസ്ത്രമാണെങ്കിലും അതിനെ കഴുകി ക്ലീനാക്കാൻ ഒരു കാരണമാകുന്നു. പക്ഷേ ഞങ്ങൾ ഒന്നുമില്ലാത്തവരാണല്ലോ. നീ ഞങ്ങൾക്കൊന്ന് പുറത്തു തരണമല്ലോ, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണമല്ലോ, ഞങ്ങളെ ദോഷങ്ങളെ നീ മായിച്ചു കളയണമല്ലോ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഒരുപാട് വ്യക്തികൾ ഈ സലാത്തിന്റെ മജ്ലിസിൽ ദുആർക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാ, പലരും പല നേർച്ചകൾ കൊടുത്തയച്ചവരുണ്ട്, പലരും പല സംഖ്യകൾ തന്നവരുണ്ട്, ഇന്നത്തെ ഭക്ഷണത്തിന്റെ ഏർപ്പാട് ചെയ്തവരുണ്ട്. യാ അല്ലാഹ്, അവരുടെയും നമ്മുടെ ഉദ്ദേശങ്ങളെ നീ ഹാസിലാക്കണമല്ലോ, അവരെയും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു തരണമല്ലോ, അവരുടെ നമ്മുടെ എല്ലാ അമ്മകളെ നീ തീർത്തു കൊടുക്കണമല്ലോ. അർഹമുർ റഹീമീനായ അല്ലാഹ്, റബ്ബേ, ഒരുപാട് രോഗമുള്ളവരുണ്ട്, ദുആർക്കാൻ വസിയത്ത് ചെയ്തവരുണ്ട്, കൈപിടിച്ച് കരഞ്ഞവരുണ്ട്. അല്ലാ, ഞാൻ വാഹനത്തിൽ വരുമ്പോൾ എന്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ ഭാര്യനെ പറ്റി വല്ലാത്ത മാരകമായ രോഗം ബാധിച്ച് ഹോസ്പിറ്റലിൽ ഇങ്ങനെ 100 കണക്കിന് വ്യക്തികള് നമ്മളെ കുടുംബത്തിലും സ്നേഹിതന്മാരിലും നമ്മളെ ദർസ് പള്ളി സ്ഥാപനങ്ങളിൽ ബന്ധപ്പെട്ടവരിലും പലരുമുണ്ട്. അല്ലാ, എന്ത് രോഗമുണ്ടെങ്കിലും നീ മാറ്റിക്കൊടുക്കണമല്ലോ, നീ ശിഫ നൽകണമല്ലോ, ആഫിയത്തിലാക്കണമല്ലോ, ആരോഗ്യത്തിലാക്കണമല്ലോ. യാ റഹ്മാനു യാ അല്ലാഹ്, ഞങ്ങളെ കച്ചവടങ്ങള്, ഞങ്ങളെ കൃഷികള്, ഞങ്ങളെ വാഹനങ്ങള്, ഞങ്ങളെ ഏർപ്പാടുകള്, ഞങ്ങൾ ചെയ്യുന്ന ദീനീ ഖിദ്മത്തുകളിൽ നീ ബർക്കത്ത് നൽകണമല്ലോ, സന്തോഷം നൽകണമല്ലോ, മനസ്സിന് റാഹത്ത് നൽകണമല്ലോ. അർഹമുർ റഹീമീനായ അല്ലാഹ്, യാ അല്ലാഹ്, ജോലിയില്ലാത്തവരുണ്ട് നമ്മളെ കൂട്ടത്തിൽ, ഖൈറായ ജോലി നീ നൽകണമല്ലോ. അതുപോലെ നമ്മളെ നാട്ടിലും നമ്മളെ മഹല്ലിലും നമ്മളെ ജമാഅത്തിലും നമ്മളെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ പലരും ഗൾഫ് നാടുകളിലുണ്ട്. റബ്ബേ, അവർക്ക് നീ ഖൈറും ബർക്കത്തും സലാമത്തും നൽകണമല്ലോ. റബ്ബേ, അവരെ ജോലികളിൽ നീ ഉയർച്ച നൽകണമല്ലോ. യാ റഹ്മാനു യാ അല്ലാഹ്,
റബ്ബേ കെട്ടിച്ചു കൊടുക്കാൻ പെൺമക്കള് പെങ്ങന്മാരുള്ളവരുണ്ട്. ഖൈറായ ഭർത്താക്കന്മാരെ നീ നൽകണമല്ലോ. സാലിഹായ പുതിയ പിളന്മാരെ നീ നൽകണമല്ലോ. ലക്ഷണമുള്ള പെൺമക്കളാക്കണമല്ലോ. അർഹമുർ റഹീമീനായ അല്ലാഹ്, മക്കളില്ലാത്തവരുണ്ട്. കല്യാണം കഴിഞ്ഞ് കുറെ വർഷങ്ങളായി ഒരു കുഞ്ഞില്ലാതെ സങ്കടപ്പെടുന്ന ഒരുപാട് ദമ്പതികളുണ്ട്. അല്ലാഹ്, ഖൈറായ ഭർത്താക്കന്മാർ, ഖൈറായ മക്കളെ നീ നൽകണമല്ലാ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഇരിക്കാന് വീടില്ലാത്തവരുണ്ട്. വാടക വീടിൽ കഴിഞ്ഞുകൂടുന്നവരുണ്ട്. പടച്ചവനെ, വീടിന് കുറ്റിയടിപ്പിച്ചവരുണ്ട്. വീട് പണി തുടങ്ങിയവരുണ്ട്. ഖൈറായ വീട് നീ നൽകണമല്ലോ. അതിനുള്ള വഴികൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണമല്ലോ. അർഹമുർ റഹീമീനായ അല്ലാഹ്, കേസിൽ കുടുങ്ങിയവരുണ്ട്. നീ വിജയം നൽകണമല്ലോ. സ്ഥലം വിറ്റു പോകണമെന്ന് കരുതിയവരുണ്ട്. അതിന്റെ വഴികൾ നീ തുറന്നു കൊടുക്കണമല്ലോ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളെ നാട്ടിൽ നിലകൊള്ളുന്ന ദർസും മറ്റും നല്ല പ്രവർത്തനങ്ങളെല്ലാം ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തണമല്ലോ. അതിന്റെ ഭംഗിക്ക് വേണ്ടി, അതിന്റെ നിലനിൽപ്പിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഇവിടത്തെ നാട്ടുകാർ, ഇവിടത്തെ കമ്മിറ്റി ഭാരവാഹികള്, ഇവിടത്തെ സംഘാടകർ, അതുപോലെ തന്നെ ഇവിടത്തെ ഉമ്മ പെങ്ങന്മാർ, അവർക്കെല്ലാം നിന്റെ ഖുർആനിൽ വാഗ്ദാനം ചെയ്ത എല്ലാ പ്രതിഫലങ്ങളും നീ നൽകണമല്ലോ. നീ നൽകണമല്ലോ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, പ്രത്യേകമായി ഇന്ന് ഭക്ഷണത്തിന്റെ ഏർപ്പാട് ചെയ്ത് ആ വ്യക്തി കരുതിയ വ്യക്തികള്, അതുപോലെ നമ്മുടെ മാതാപിതാക്കള്, കൂട്ടുകുടുംബക്കാര്, ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടന്ന മോമിനീങ്ങള്, എല്ലാവരുടെ ഖബർ നീ സ്വർഗ്ഗത്തോപ്പാക്കണമല്ല, സന്തോഷത്തിലാക്കണമല്ല, സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണമല്ല. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കണമല്ല. ഞങ്ങളെ മരണം നല്ല മരണമാക്കണമല്ല. മരിക്കുന്ന സമയത്ത് ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ബാധ്യതകള്, അക്കടപാടുകൾ അതെല്ലാം പൂർത്തീകരിച്ച് നമ്മളെ മക്കളുമായുള്ള എല്ലാ സന്തോഷങ്ങള് കണ്ട് മരിക്കാൻ നീ ഞങ്ങൾക്കും ഞങ്ങളെ കൂട്ടുകുടുംബത്തിനും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും നീ നൽകണമല്ലോ. യാ റഹ്മാനു യാ അല്ലാഹ്, പ്രത്യേകിച്ച് ഈ ജമാഅത്തിൽ ഒരുപാട് സംഘടനകളുണ്ട് റബ്ബേ. നല്ല നല്ല പ്രവർത്തനങ്ങൾ ഈ പള്ളിക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. ഈ പള്ളിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി രാത്രിയും പകലും കഷ്ടപ്പെടുന്നു റബ്ബേ. അവരെ നീ ഏറ്റെടുക്കണമല്ലോ. അവരെ എല്ലാം നിനക്കുള്ള സലാമത്ത് നീ നൽകണമല്ലോ. അല്ലാഹ്, ഞങ്ങളെ ദുആനെ നീ സ്വീകരിക്കണമല്ലോ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم.